ഹേ ഓൾ, ഞാൻ സഞ്ജു. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ തന്നെ നിങ്ങളൊന്ന് ഡ്രിഫ്റ്റ് ചെയ്യും. USA എന്ന കൺട്രി ഓർക്കുമ്പോൾ തന്നെ ഓരോ വ്യക്തികൾക്ക് എന്ന പോലെ തന്നെ പല വ്യക്തികൾക്കും പല കാഴ്ചകളുമുണ്ട്, കാഴ്ചപ്പാടുകളുമുണ്ട്. USA എന്ന സ്വപ്നം പലരും പല കാരണങ്ങളാലാണ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നത്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ US സ്റ്റഡിക്ക് അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ട് നോംസ് ആണ് വിസയിൽ വരുന്നത്. പിന്നെ അത് മാത്രമല്ല, അതിന്റെ ഇന്റർവ്യൂ ആണെങ്കിലും അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയത് കാരണം തന്നെ പല സ്റ്റുഡൻസും അവരുടെ ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ മാറ്റാറാണ് പതിവ്. പ്രോ സ്റ്റഡി ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ എബ്രോഡ് സ്റ്റഡി ഡെസ്റ്റിനേഷനിൽ പിള്ളേരുടെ പാരന്റ്സ് ഒക്കെ ഞങ്ങളോട് പറയുന്നത് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്ന കൺട്രി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ UK ആയിരിക്കും, അല്ലെങ്കിൽ കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ആയിരിക്കും. കാരണം ഈ ഇത്രയും കൺട്രീസ് അവരുടെ തോട്ട് പ്രോസസ്സിൽ തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു കൺട്രീസ് ആണ്. എന്തുകൊണ്ടാണ് പാരന്റ്സ് കൂടുതലും UK പ്രിഫർ ചെയ്യുന്നതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, UK എല്ലാ യൂണിവേഴ്സിറ്റിയിലും തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓഫർ ലെറ്റർ കിട്ടും. ചില യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് വിസയുടെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ MPC ഇന്റർവ്യൂ ഒന്നും ഇല്ലാതെ തന്നെ പോകാൻ പറ്റും. ചുരുക്കി പറയുവാണെങ്കിൽ ആ ഒരു UK തന്നെ ഒരു റിലാക്സ് ആയിട്ടുള്ള വിസ നോംസ് ആണ് സ്റ്റുഡൻസിന് ഉള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും USA ഒന്ന് മാറ്റിപ്പിടിക്കുന്നതിന്റെ റീസണും UK പോലുള്ള കൺട്രീസിന് ഒരു കൂടുതലായിട്ടുള്ള ഒരു ഹൈലൈറ്റ് വാല്യൂ കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കണം, USA എന്ന് പറയുന്ന കൺട്രീസിൽ നമ്മൾ ചില കാരണങ്ങൾ കൊണ്ടാണ് അതിന്റെ ഒരു പ്ലാൻ തന്നെ ഡ്രോപ്പ് ചെയ്യുന്നത്. പക്ഷെ ഇനി അതിന്റെ ആവശ്യമില്ല എന്നതാണ് വാസ്തവം. എന്തുകൊണ്ടാണ് പാരന്റ്സ് ആണെങ്കിലും പിള്ളേരാണെങ്കിലും കൂടുതലായിട്ട് കൺസേൺ പറയുന്നത് എന്ന് വെച്ചാൽ, ഫസ്റ്റ് റീസൺ, അമേരിക്ക പോലുള്ള വലിയൊരു എക്കണോമിക്കലി ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള കൺട്രീസിൽ അവർ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ വേൾഡ് ക്ലാസ്സിൽ നമ്പർ 1 വരുന്നതാണ്. അത് മാത്രമല്ല, അതിൻ്റെതായത് കാരണം തന്നെ ഒത്തിരി എക്സ്പെൻസീവ് ആണ്. അത് മാത്രമല്ല, ലിവിങ് കോസ്റ്റ് ആണെങ്കിലും കമ്പാരിറ്റീവ്ലി ഇച്ചിരി കൂടുതലാണ്. നമുക്ക് ഒരിക്കലും ഒരു സിംഗിൾ ടൈം പേയ്മെന്റ് കൊണ്ട് USA പോകാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു ചിന്തയെല്ലാം മാറ്റി തുടങ്ങാൻ്റെ ഒരു അപ്ഡേഷനുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ USA സെലക്ട് ചെയ്യണം എൻ്റെ ഒരു ഫർദർ സ്റ്റഡീസിന് വേണ്ടി എന്നതിന് 3 റീസൺ ആണുള്ളത്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, അവർ നമുക്ക് തരുന്നത് അത്രയ്ക്കും ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ്. പിന്നെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിൽ മാത്രമല്ല, ഒരു സ്റ്റുഡൻറ് എന്ന രീതിയിൽ നിങ്ങൾ USA പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്, അതായത് അവിടെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ആ എക്സ്പീരിയൻസ് അവർ നിങ്ങൾക്ക് തരുന്നത് വേൾഡ് ക്ലാസ് നമ്പർ 1 ആണ്. അത് മാത്രമല്ല, നിങ്ങളുടെ സ്റ്റഡീസിന് ശേഷമാണെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് അവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു സ്റ്റുഡൻ്റായി നിങ്ങൾ അവിടെ എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നു. US-ൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ നമ്മൾ ആരും തന്നെ, എസ്പെഷ്യലി യങ് പോപ്പുലേഷൻ യങ്സ്റ്റേഴ്സ് ഒരിക്കലും ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് മിസ് ഔട്ട് ചെയ്യത്തില്ല. വിത്തൗട്ട് IELTS അല്ലെങ്കിൽ TOEFL പോലെയുള്ള ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ ഒരു സ്കോർ ഷീറ്റും ഇല്ലാതെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ USA പോലുള്ള കൺട്രീസിൽ സ്റ്റുഡൻ്റ് ആയി പോകാൻ പറ്റുന്നതാണ്. USA എന്ന കൺട്രിയിൽ നമുക്ക് ഒത്തിരി കോഴ്സസ് ആണെങ്കിലും ഒത്തിരി യൂണിവേഴ്സിറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു USA നമുക്ക് കിട്ടുന്ന വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ ആണ്. അപ്പം ടോപ്പ് റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റീസിൽ ഇത് എത്രമാത്രം ആപ്ലിക്കബിൾ ആണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും US എന്ന് പറയുന്ന ഡ്രീം ഡെസ്റ്റിനേഷൻ ഉള്ള സ്റ്റുഡൻസിന് പോകാൻ പറ്റുന്ന ചില യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് ഗോൾഡൻ ഗേറ്റ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി. അവിടെ നമ്മളെ പോലുള്ളവർക്ക്, സാധാരണക്കാർക്ക് പോയി പഠിക്കാനും അവിടുത്തെ ട്യൂഷൻ ഫീ കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മളിവിടെ ഒരു കമ്പാരിസൺ നടത്തുവാണെങ്കിൽ UK കൺട്രിയുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ UK-ൽ ഒരു 14,000 pound, അതായത് നമ്മുടെ ഒരു 14 ലക്ഷം ആകുന്ന ചില കോഴ്സസ് ഉണ്ട്. അതേ എമൗണ്ടിൽ തന്നെ നമുക്ക് USA പോലുള്ള കൺട്രിയിൽ, അതായത് ഈ ഗോൾഡൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇവിടുത്തെ ഫീ പേയ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ UK-ൽ സാധാരണ നമുക്കൊരു ഓഫർ ലെറ്റർ കിട്ടും. അപ്പോൾ ഒരു സിംഗിൾ പേയ്മെന്റ് നമ്മൾ അടച്ചാൽ മതി. ബാക്കിയെല്ലാം യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ആയിട്ട് നമുക്ക് തന്നെ ഒന്നെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് വൈസിലായിരിക്കും നമുക്ക് പേയ്മെന്റ് വരുന്നത്. നമ്മുടെ പാർട്ട് ടൈമിൽ തന്നെ നമുക്ക് പാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതേപോലെയാണ് നമ്മൾ ആദ്യം ഒരു സിംഗിൾ പേയ്മെന്റ് ചെയ്യുക, പിന്നെ വരുന്ന പേയ്മെന്റ്സ് എല്ലാം നമുക്ക് ലഭിക്കുന്ന ഓഫർ ലെറ്റർ തരുന്ന യൂണിവേഴ്സിറ്റി തന്നെ, അല്ലെങ്കിൽ നമ്മൾ എൻറോൾ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് ആ ഒരു എക്സാം ഫീ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് ഫീ എല്ലാം തന്നെ ഇൻസ്റ്റാൾമെന്റ് വൈസും തരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ IELTS-ന്റെ ഒരു ഹെൽപ്പ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് MOA വെച്ച് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാനും അഡ്മിഷൻ പ്രോസസ് ചെയ്യാനും പറ്റുന്നതാണ്. ഈ കൺട്രിയിൽ കുറച്ച് എലിജിബിലിറ്റി റിക്വയർമെന്റ്സ് ഉണ്ട്. അതായത് ഒരു 75% മാർക്കുള്ള ഒരു കുട്ടിക്ക് ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിലെല്ലാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡൻ ഗേറ്റ് യൂണിവേഴ്സിറ്റീസിലെല്ലാം നമുക്ക് എൻറോൾ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ സ്കോളർഷിപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു കൺട്രിയിൽ നമുക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് എപ്പോഴും പ്യുവർലി നമ്മുടെ അക്കാഡമിക് മെറിറ്റ് ബേസ്ഡ് ആണ്.
സോ ഇപ്പൊ നിങ്ങൾക്കൊരു 82% അല്ലെങ്കിൽ ഒരു 85% ഉണ്ടെങ്കിൽ അതിനൊത്ത് ഒരു 16 ലക്ഷത്തിന്റെ അല്ലെങ്കിൽ 17 ലക്ഷത്തിന്റെ ഒക്കെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഈ ഒരു കൺട്രിയിൽ അവൈലബിൾ ആണ്. ഡിപ്പെൻഡന്റ് വിസയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ UK ഡിപ്പെൻഡന്റ് വിസ നിർത്തലാക്കിയപ്പോൾ മറ്റുള്ള എല്ലാം നമ്മളെ പോലുള്ള മൈഗ്രേഷൻ ആഗ്രഹിക്കുന്നവരെല്ലാം അതിന് പറ്റുന്ന ഏതെങ്കിലും ഡിപ്പെൻഡന്റ് കൊണ്ടുപോകാൻ പറ്റുന്ന കൺട്രീസ് ഉണ്ടോ എന്ന് നോക്കുകയുണ്ടായി. അതിലൊന്നും തന്നെ ആൾക്കാർ ശ്രദ്ധിക്കാതെ പോയൊരു കൺട്രിയാണ് USA. USA നമ്മൾ സ്റ്റഡി പർപ്പസിന് പോകുന്ന സമയത്ത് നമ്മുടെ ഡിപ്പെൻഡന്റിന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് MOH ആപ്ലിക്കേഷൻ എല്ലാം പ്രോസസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത്യാവശ്യം നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മളൊന്ന് ഫ്ലുവൻ്റ് ആയിരിക്കണം. വേറെ ഒന്നുമല്ല, നമുക്ക് എങ്ങനെ പോയാലും യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. പിന്നെ വരുന്ന ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ കൺസെന്റ് ആയിട്ടുള്ള അമേരിക്കൻ എംബസിയിലൊന്നും ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ലാംഗ്വേജ് ഫ്ലുവന്റ് ഇതിൽ ഏറ്റവും നെസസിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കലോ MOE മതി, ഇന്റർവ്യൂസ് ഒന്നും ഉണ്ടാകില്ല എന്ന് ചിന്തിക്കണം. നമുക്ക് എന്തായാലും യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂ ഫേസ് ചെയ്യേണ്ടി വരും, അതേപോലെ തന്നെ നമ്മുടെ എംബസി ഇന്റർവ്യൂ ഫേസ് ചെയ്യേണ്ടി വരും. US സ്റ്റുഡന്റ് വിസയുമായി ബന്ധിച്ച് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് വരുന്നത്, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഇൻഫോർമേഷൻ അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്.